നമസ്കാരം. വിജയപ്രതീക്ഷയോടെയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നേരം വെളുത്തത്. അവിടെ പന്തലിട്ട് TV വെച്ച് ബിഗ് സ്ക്രീനിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വാർത്ത കണ്ടുകൊണ്ടിരുന്നു. UDFന്റെ വിജയം ഉറപ്പായതോടെ അവിടേക്ക് നൂറുകണക്കിന് പ്രവർത്തകരും ഒട്ടുമിക്ക നേതാക്കളും എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ AKG സെന്ററിലെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല. ഒരു പാർട്ടിക്കാരൻ പോലും AKG സെന്ററിലേക്ക് ഇന്നലെ തിരിഞ്ഞു നോക്കിയില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തൻ്റെ മുറിയിൽ രാവിലെ മുതലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും ബിജു കണ്ടക്കൈ എന്ന ഓഫീസ് സെക്രട്ടറിയും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദുഃഖത്തിന്റെയും നിരാശയുടെയും വാർത്തകൾ കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നു. ഇതോടുകൂടി AKG സെന്റർ പൂർണ്ണമായും മൗനത്തിലായി. ഒരു ഒറ്റ നേതാവ് പോലും അങ്ങോട്ട് വരാൻ കൂട്ടാക്കിയില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് മാത്രമാണ് തോൽവിയെക്കുറിച്ച് പഠിക്കും എന്ന് MV ഗോവിന്ദന് ഒടുവിൽ മാധ്യമങ്ങളോട് പറയേണ്ടി വന്നത്. അത്ര ശോകമുഖമായിരുന്നു AKG സെന്ററിലെ ഇന്നലത്തെ അവസ്ഥ. വിജയം ഉറപ്പാണെന്ന് അവസാന നിമിഷം വരെ വിശ്വസിച്ചിരുന്ന പിണറായി വിജയൻ ഇന്ന് തന്നെ പന്തലിടാൻ ആരംഭിക്കാൻ പോലും ഉത്തരവിട്ടിരുന്നുവെന്ന് നമ്മൾ വാർത്ത വായിച്ചു. ആ ഉറപ്പിന്റെ ലക്ഷണമായിരുന്നു പിണറായി വിജയൻ ധർമ്മടത്ത് തൻ്റെ വീടിന് 700 മീറ്റർ മാത്രം അകലെയുള്ള തൻ്റെ MLA ഓഫീസ് കൂടി സ്ഥിതി ചെയ്യുന്ന കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മണിക്ക് പത്രസമ്മേളനം വിളിച്ചത്. 9 മണിയാകുമ്പോഴേക്കും ആദ്യ സൂചനകൾ വരും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായി പത്രസമ്മേളനം വിളിച്ചത്. മാധ്യമപ്രവർത്തകർ നേരത്തെ തന്നെ കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേർന്നെങ്കിലും പിണറായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിണറായിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കാനുള്ള ധൈര്യം പ്രാദേശിക നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല. രാത്രി വരെ പിണറായിയെ ആരും പുറത്ത് കണ്ടില്ല. വാതിൽ അടച്ചുപൂട്ടി പിണറായി വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്ന് രാവിലെ പിണറായി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് മുഖം കൊടുത്തില്ല. തോൽവി സമ്മതിക്കാനോ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയാനോ ഉള്ള മാനസികാവസ്ഥ പിണറായിക്കില്ല. തോൽവിയുടെ ഭാരം മുഴുവൻ തൻ്റെ ചുമലിലാണ് എന്നറിയാവുന്നതുകൊണ്ട്, താൻ തോൽക്കാൻ ജനിച്ചവനല്ല എന്ന അഹന്ത ഇപ്പോഴും വിടാത്തതുകൊണ്ട് പിണറായി മറ്റേ കാരണം തേടി പോയതാവും. ആദ്യത്തെ 6 റൗണ്ടിൽ പിണറായി വിജയൻ പിന്നിലായിരുന്നു എന്നതിനേക്കാൾ വലിയ ഷോക്ക് പിണറായിക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാനില്ല. തൻ്റെ നാട്ടുകാർ പോലും പിണറായിയെ കൈവിട്ടു എന്ന് തിരിച്ചറിഞ്ഞത് ഇന്നലെ മാത്രമാണ്. ജനങ്ങളോടുള്ള സകല ബന്ധവും വിട്ട് അത്യാഡംബരത്തിൽ അഭയം തേടിയ പിണറായി ഇന്നലെ തിരിച്ചറിഞ്ഞിട്ടും അത് സമ്മതിക്കാനോ പരിഹാരം കാണാനോ തയ്യാറല്ല. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി ഏറ്റെടുക്കും എന്ന് കരുതാൻ സാധ്യമല്ല. പകരം KN ബാലഗോപാലിൻ്റെ പേരാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന നേതാക്കളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാൽ മാത്രമാണ്. ബാലഗോപാൽ തയ്യാറല്ലെങ്കിൽ മാത്രമേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാനെയോ മുഹമ്മദ് റിയാസിനെയോ പരിഗണിക്കൂ. കൂടുതൽ സാധ്യത KN ബാലഗോപാലിന് തന്നെയാണ്. പിണറായി MLA സ്ഥാനം പോലും രാജിവെച്ചേക്കും എന്ന ഊഹാപോഹങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവായോ അല്ലാതെയോ നിയമസഭയിൽ വന്നിരിക്കാനുള്ള ആത്മധൈര്യമൊന്നും പിണറായിക്കില്ലാതെ പോയി. മത്സരിച്ച 19 മന്ത്രിമാരിൽ 6 പേരൊഴികെ ബാക്കി എല്ലാവരും തോറ്റമ്പി. സജി ചെറിയാനും KN ബാലഗോപാലും മുഹമ്മദ് റിയാസുമാണ് CPM-ൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടത്. CPI-യിലെ 3 മന്ത്രിമാരും ജയിച്ചവരിൽ പെടും. ഏറ്റവും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത് മന്ത്രി വീണ ജോർജാണ്. ഒരൊറ്റ റൗണ്ടിൽ പോലും വീണ ജോർജ് മുമ്പിലെത്തിയില്ല. ഒരൊറ്റ പഞ്ചായത്തിൽ പോലും വീണ ജോർജ് ലീഡ് ചെയ്തില്ല. 2021 വീണ ജോർജ് നേടിയത്രയും ഭൂരിപക്ഷം വീണ ജോർജിനെതിരെ ഇക്കുറി അബിൻ വർക്കി നേടിയെന്നോർക്കണം. ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ പരാജയം പൂർണ്ണമാക്കിയത് വീണ ജോർജിന്റെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാടകമായിരുന്നിരിക്കാം. അതിന്റെ നാണക്കേട് മാറാതെ വീണ ജോർജ് വീട്ടിൽ തന്നെ ഇരുന്നു. തോറ്റുപോകുമെന്ന് തൻ്റെ ഭർത്താവിന് പോലും ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ 3-ാം വട്ടവും ജയിക്കാൻ വേണ്ടി ഇറങ്ങിയ വീണ ജോർജ് കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്നു എന്നാണ് വീണയെ അറിയാവുന്നവർ പറയുന്നത്. മത്സരിച്ചില്ലെങ്കിൽ പോലും നാണക്കേട് കൊണ്ട് തല പൊക്കാനാവാത്ത മറ്റൊരാൾ മുൻ റിപ്പോർട്ടർ ചാനൽ ഉടമ നികേഷ് കുമാറാണ്. തൻ്റെ പിതാവിനോട് CPM കാട്ടിയ ക്രൂരതകൾക്ക് പകരം ചെയ്യാൻ വേണ്ടി CPM കൂടാരത്തിലെത്തി CPM-നെ അറം പറ്റിച്ച് പ്രതികാരം ചെയ്തതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. റിപ്പോർട്ടർ ചാനൽ മരംമുറി കേസിലെ പ്രതികൾക്ക് വിറ്റിട്ട് ആ കാശുകൊണ്ട് ആഡംബര ജീവിതത്തിനുള്ള സൗകര്യമൊരുക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയതായിരുന്നു നികേഷ് കുമാർ. ഇത്തവണ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചാൽ ഉന്നതമായ പദവിയും അടുത്ത തവണത്തെ സീറ്റും ഉറപ്പാക്കിയായിരുന്നു പ്രചരണം. എന്നാൽ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നികേഷ് കുമാറിന്റെ എല്ലാ പ്രചരണങ്ങളും പാളിപ്പോയി. അഭിമുഖങ്ങളും ചർച്ചകളും ഹോർഡിങ്സുകളും ഒക്കെയായി പിണറായിയെയും CPM-നെയും പരാജയത്തിന് തീരാക്കയത്തിലേക്ക് നികേഷ് കുമാർ തള്ളിവിട്ടു. അതുകൊണ്ടാവാം കിണർ ഗോലു എന്ന പേര് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ നികേഷ് കുമാറിന് നൽകുന്നത്. മുൻ മാധ്യമ പ്രവർത്തകരായ നികേഷ് കുമാറിന്റെയും വീണ ജോർജിന്റെയും ദയനീയ അവസ്ഥ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ
ഏറ്റവും അധികം ട്രോളുകൾക്ക് കാരണമാകുന്നത്. ഇതിനിടയിൽ പതിയെ തടിതപ്പലും ആരംഭിച്ചിട്ടുണ്ട്. ചവറയിൽ 2 തവണ ജയിച്ച സുജിത് വിജയൻപിള്ള രാഷ്ട്രീയം നിർത്തി തൻ്റെ പഴയ തൊഴിലിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം പ്രഖ്യാപനങ്ങൾ ഏറെ വൈകാതെ പുതുതായി ഉണ്ടാകുമെന്നും അവശേഷിക്കുന്ന അണികൾ പോലും BJPയിലേക്ക് ചേക്കേറി തുടങ്ങുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് എങ്ങു നിന്നും പുറത്തേക്ക് വരുന്നത്.